കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ എം.വി. നികേഷ് കുമാർ രാജിവെച്ചിറങ്ങിയതിനു പിന്നാലെ ടി.ആർ.പിയിൽ വൻ കുതിപ്പുമായി റിപ്പോർട്ടർ ടി.വി. മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും കടത്തിവെട്ടി റിപ്പോർട്ടർ ടി.വിയുടെ എക്കാലത്തെയും വലിയ കുതിപ്പാണ് ടി.ആർ.പിയിൽ നടത്തിയിരിക്കുന്നത്. നിലവിൽ ചാനൽ 3-ാം സ്ഥാനത്താണിപ്പോൾ. എന്നാലും മറ്റു ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ടി.ആർ.പിയിൽ ഒന്നാമത്. ഈ കുത്തക തകർക്കാൻ ഒരു ചാനലിനും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. 125 പോയിന്റുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് നിൽക്കുന്നത്. ഏഷ്യാനെറ്റിന് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നത് ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന 24 ന്യൂസാണ്. ഇരു ചാനലുകളും തമ്മിലുള്ള ടി.ആർ.പി വ്യത്യാസം 13 പോയിന്റുകൾ മാത്രമാണ്. 112 പോയിന്റുകളാണ് കഴിഞ്ഞ ആഴ്ച 24 ന്യൂസിന് ടി.ആർ.പിയിൽ നേടിയത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിനു പിന്നാലെ ഏഷ്യാനെറ്റിന്റെ തൊട്ടടുത്ത് സംഘപരിവാർ ചാനലായ ജനം ടി.വി എത്തിയിരുന്നു. എന്നാൽ ടി.ആർ.പിയിലെ ഈ മുന്നേറ്റം ചാനലിനെ നിലനിർത്താനായിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചാനൽ 5, 6, 7 സ്ഥാനങ്ങളിലായാണ് ടി.ആർ.പിയിൽ. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വൻ മുന്നേറ്റമാണ് 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ റിപ്പോർട്ടർ ടി.വി നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ എഡിറ്റർ എം.വി. നികേഷ് കുമാർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ബാർക്കിംഗ് ചാനൽ റേറ്റ് കുതിച്ചുയർന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. 77 പോയിന്റുമായാണ് റിപ്പോർട്ടർ ടി.വി 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് നികേഷ് കുമാർ മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ടി.വിയുടെ എഡിറ്റോറിയൽ ചുമതലകൾ ഒഴിഞ്ഞ നികേഷ് CPM-നൊപ്പം പ്രവർത്തിക്കുകയാണ്. 2016-ൽ അഴീക്കോട് CPM സ്വതന്ത്രനായി മത്സരിക്കാൻ മാധ്യമപ്രവർത്തനം വിട്ടാണ് നികേഷ് കുമാർ ഇറങ്ങിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് റിപ്പോർട്ടർ ടി.വിയിലേക്ക് മടങ്ങി മാധ്യമപ്രവർത്തനം തുടരുകയായിരുന്നു. എന്തായാലും നികേഷിന്റെ പടിയിറക്കം റിപ്പോർട്ടർ ടി.വിക്ക് ഗുണകരമായിരിക്കുകയാണ്. പതിവായി 3-ാം സ്ഥാനം നിലനിർത്താറുള്ള മനോരമ ന്യൂസ് 4-ാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട്. ടി.ആർ.പിയിൽ 66 പോയിന്റുകൾ നേടാനേ മനോരമ ന്യൂസിന് സാധിച്ചുള്ളൂ. 5-ാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് ടി.ആർ.പിയിൽ 62 പോയിന്റുകളാണ് ഉള്ളത്. 6-ാം സ്ഥാനത്ത് CPM നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസ്. സംഘപരിവാർ അനുകൂല ചാനലായ ജനം ടി.വി ടി.ആർ.പിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. 20 പോയിന്റുകളോടുകൂടി ജനം ടി.വി 7-ാം സ്ഥാനത്താണുള്ളത്. 19 പോയിന്റുമായി ന്യൂസ് 18 കേരള 8-ാം സ്ഥാനത്തുമാണുള്ളത്. ഏറ്റവും പിന്നിലായി നിൽക്കുന്ന ചാനൽ ജമാഅത്തെ ഇസ്ലാമിന്റെ കീഴിലുള്ള ടെലിവിഷൻ ചാനലായ മീഡിയ 1. 12 പോയിന്റുകൾ മാത്രമാണ് ടി.ആർ.പിയിൽ ചാനലിനുള്ളത്. മലയാളത്തിൽ അടുത്തിടെ ആരംഭിച്ച രാജ് ടി.വി മലയാളം അടച്ചുപൂട്ടിയതിനാൽ അവരെ ബാർക്ക് റേറ്റിംഗിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതുതായി മലയാളത്തിൽ ആരംഭിച്ച ന്യൂസ് മലയാളം 24x7 ചാനലിനും ടി.ആർ.പി റേറ്റിംഗിൽ എത്താനായിട്ടില്ല.